കടന്നു ചെന്നിട്ടുള്ള ഒരാൾ പോലും തിരികെ വന്നിട്ടില്ലാത്ത നിഗൂഢമായ ഒരു ദ്വീപ്. ഭൂമിയിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ടതും പര്യവേക്ഷണം ചെയ്യപ്പെട്ടിട്ടില്ലാത്തതുമായ ഒരു സ്ഥലം. തങ്ങളുടെ അതേ വർഗം ശൂന്യാകാശം കീഴടക്കുമ്പോൾ തങ്ങളുടെ ദ്വീപിന് പുറത്ത് ഒരു ലോകമില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. പുറം ലോകവുമായുള്ള സമ്പർക്കങ്ങൾ ശക്തമായി വിലക്കപ്പെട്ട ആ ദ്വീപ്. ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെന്റിനൽ ദ്വീപിനെ പറ്റി. ഏകദേശം 60,000 വർഷങ്ങൾ പിന്നിട്ടിട്ടും നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് കടന്നു ചെല്ലുവാൻ എന്തുകൊണ്ട് ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല? നിരോധിത മേഖലയായി എന്തുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ഈ ദ്വീപിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. പ്രപഞ്ചത്തെപ്പറ്റി കൂടുതൽ അറിയുവാനുള്ള മനുഷ്യന്റെ ആവേശം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ സെന്റിനലീസിനെ കുറിച്ചും അവരുടെ മറഞ്ഞിരിക്കുന്ന സെന്റിനൽ ദ്വീപ് എന്ന പറുദീസയെക്കുറിച്ചുമുള്ള ചർച്ചകൾ കടലുകൾ കടന്ന് ദൂരദേശങ്ങളിലേക്ക് പരക്കുന്നു. ഈ ദ്വീപിനെ പറ്റി അറിയുവാനും പഠിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം വിഫലമായിക്കൊണ്ടേയിരുന്നു. ദ്വീപിന്റെ കഥ കേട്ടവരിൽ ഒരു ചെറുപ്പക്കാരനുമുണ്ടായിരുന്നു, ജോൺ അലൻ ചാവ്. ദ്വീപിലേക്ക് എത്തുവാൻ ശ്രമിച്ച ആരും ജീവനോടെ തിരികെ വന്നിട്ടില്ല എന്നുള്ള ഭയജനകമായ വസ്തുത അറിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ സെന്റിനൽ ദ്വീപിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. 2018 ഒക്ടോബറിൽ അലൻ ചാവ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലേക്ക് യാത്ര ചെയ്ത് അവിടെ താമസിച്ചു. നോർത്ത് സെന്റിനൽ ദ്വീപിലെത്തി അവിടെ തന്റെ വിശ്വാസവും സാക്ഷ്യവും പറഞ്ഞ് അവരോട് ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അലൻ ചാവ് തന്റെ യാത്ര തുടങ്ങിയത്. പോർട്ട് ബ്ലെയറിൽ നിന്നുകൊണ്ട് ദ്വീപിലെ ആളുകൾക്കുള്ള സമ്മാനങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഒരു പ്രാഥമിക കോൺടാക്ട് കിറ്റ് അദ്ദേഹം തയ്യാറാക്കി. അങ്ങനെ നവംബറിൽ നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് യാത്ര ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഗോത്രത്തെ പരിവർത്തനം ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിൽ താൻ നേരിടുവാൻ പോകുന്ന നിയമപരവും മാരകവുമായ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു. ദ്വീപിനടുത്തേക്ക് തന്നെ കൊണ്ടുപോകുവാൻ 2 മത്സ്യത്തൊഴിലാളികളെ 25,000 രൂപ നൽകി അലൻ ചാവ് തന്നോടൊപ്പം ചേർത്തു. അങ്ങനെ നവംബർ 14 രാത്രി അലൻ ചാവും മത്സ്യത്തൊഴിലാളികളും ഇരുട്ടിന്റെ മറവിൽ ഒരു മത്സ്യബന്ധന ബോട്ടിൽ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളെ ശ്രദ്ധാപൂർവം ഒഴിവാക്കി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ടു. രാത്രി ഏറെ വൈകി ദ്വീപിലെത്തിയ അവർ ദ്വീപിന് കുറച്ചകലെയായി നങ്കൂരമിട്ടു. അടുത്ത ദിവസം രാവിലെ അലൻ ചാവ് ദ്വീപിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ ദ്വീപിന്റെ അടുത്തേക്ക് പോകുവാൻ വിസമ്മതിച്ചു. അതിനാൽ ബോട്ടിനുള്ളിൽ താൻ കരുതിയിരുന്ന കയാക്കിൽ തുഴഞ്ഞ് അയാൾ ദ്വീപിലേക്ക് പുറപ്പെട്ടു. അലൻ ചാവ് ദ്വീപിൽ കാലുകുത്തിയതും തങ്ങളെ ആക്രമിക്കുവാൻ വരുന്ന ശത്രുവിന് നേരെ സെന്റിനലീസ് ആക്രോശിച്ച് ആയുധങ്ങളുമായി പാഞ്ഞെത്തി. താൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ അവർക്ക് നൽകി അവരോട് സംവദിക്കുവാൻ അലൻ ചാവ് ശ്രമിച്ചു. എന്നാൽ അലൻ ചാവിന്റെ എല്ലാ ശ്രമങ്ങളും വിഫലമായി. സെന്റിനലീസ് അയാൾക്ക് നേരെ അമ്പുകൾ എയ്തു. അലൻ ചാവ് ദ്വീപിലേക്ക് തുഴഞ്ഞു വന്ന കയാക്കും അവർ നശിപ്പിച്ചു. കയാക്കിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് തന്നെ കാത്തുനിന്ന മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലേക്ക് അയാൾ തിരികെ നീന്തി രക്ഷപ്പെട്ടെത്തി. ആ രാത്രിയിൽ തൻ്റെ അനുഭവങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ച് തൻ്റെ കൂടെയുള്ളവർക്ക് അലൻ ചാവ് നൽകി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ തൻ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ അലൻ ചാവ് വീണ്ടും ദ്വീപിലേക്ക് പുറപ്പെട്ടു. ദ്വീപിനകലെയായി അലൻ ചാവിനെ പ്രതീക്ഷിച്ച് കാത്തുനിന്ന മത്സ്യത്തൊഴിലാളികൾ പിന്നീട് കാണുന്നത് അലൻ ചാവിന്റെ മൃതദേഹം സെന്റിനലീസ് ദ്വീപിലൂടെ വലിച്ചിഴയ്ക്കുന്നതാണ്. അയാളുടെ ചേതനയേറ്റ ശരീരം സെന്റിനലീസ് എടുത്തുകൊണ്ടുപോകുന്നതും അവർ കണ്ടു. അലൻ ചാവിന്റെ മരണവും സംഭവ വികാസങ്ങളും വീണ്ടും സെന്റിനൽ ദ്വീപിലേക്കും അതിലെ ഏകാന്ത നിവാസികളിലേക്കും ലോകശ്രദ്ധ ആകർഷിച്ചു. ബംഗാൾ ഉൾക്കടലിൽ നിഗൂഢമായ തിരമാലകളാൽ ചുറ്റപ്പെട്ട നോർത്ത് സെന്റിനൽ ദ്വീപ്. സെന്റിനലീസ് എന്നറിയപ്പെടുന്ന ഗോത്രവിഭാഗം ജീവിക്കുന്ന സ്ഥലം. ഏകദേശം 60,000 വർഷങ്ങളായി പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന സെന്റിനലീസ്. പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഭൂമിയിലെ അവസാനത്തെ ആളുകളായിരിക്കും സെന്റിനലീസ്. തങ്ങളുടെ ദ്വീപിന് പുറത്ത് വിശാലമായൊരു ലോകമുണ്ടെന്നുള്ളത് അവർക്കിന്നും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യമാണ്.
നൂറ്റാണ്ടുകളായി തങ്ങളുടെ ദ്വീപിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള പുറം ലോകത്തിന്റെ എല്ലാ ശ്രമങ്ങളും സെന്റിനലീസ് ചെറുത്തു നിൽക്കുന്നു. മൂർച്ചയുള്ള പവിടപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രകൃതിദത്ത തുറമുഖങ്ങളൊന്നുമില്ലാത്ത ദ്വീപ്, ഏതാണ്ട് മുഴുവനായും നിബിഡ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ദ്വീപ്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പോലും എടുക്കുവാൻ സാധ്യമല്ല. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ദ്വീപിലേക്കുള്ള ഏതൊരു യാത്രയും ദുഷ്കരമായി മാറുന്നു. നിരീക്ഷകർക്ക് ദൂരെ നിന്നും കാണുവാൻ സാധിച്ചതിൽ നിന്നും അവരുടെ വീടുകൾ ഈന്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിച്ച ഷെൽട്ടർ ടൈപ്പ് കുടിലുകളാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ദ്വീപിൽ എത്ര ആളുകളുണ്ടെന്ന് വ്യക്തമായ കണക്കുകളില്ല. എങ്കിലും ഏകദേശം 50 മുതൽ 500 ആളുകൾ വരെ ഈ ദ്വീപിൽ താമസമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിന്റെ തീരപ്രദേശത്തെ മുഴുവൻ തകർത്തു കളഞ്ഞ 2004 സുനാമിക്ക് ശേഷം സെന്റിനലീസ് ഗോത്രം എങ്ങനെ അതിജീവിച്ചുവെന്ന് വിദഗ്ധർക്ക് പോലും ഉറപ്പില്ല. സെന്റിനലീസുമായുള്ള ഏറ്റവും പഴയ സമ്പർക്കങ്ങളിലൊന്ന് 1880 മൗറിസ് പോർട്ട്മാൻ ദ്വീപിൽ നിന്ന് പ്രായമായ ദമ്പതികളെയും 2 കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയ സംഭവമാണ്. അവരെ ബ്രിട്ടനിലേക്ക് എത്തിച്ച് അവരുടെ രീതികൾ പഠിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകി അവരെ ദ്വീപിലേക്ക് തിരിച്ചയക്കുവാനുമായാണ് പോർട്ട്മാനും കൂട്ടരും അങ്ങനെ ചെയ്തത്. എന്നാൽ ആൻഡമാൻ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ എത്തിയപ്പോൾ തന്നെ പ്രായമായ ആ ദമ്പതികൾ അവരുടെ പ്രതിരോധ ശേഷി പുറം ലോകത്തിന്റെ അവസ്ഥയ്ക്ക് ദുർബലമായിരുന്നതിനാൽ രോഗബാധിതരായി മരണപ്പെട്ടു. ആ കുട്ടികളും മരിക്കുമെന്ന ഭയത്താൽ പോർട്ട്മാനും കൂട്ടരും അവരെ ദ്വീപിലേക്ക് തിരിച്ചയച്ചു. പിന്നീട് ഏകദേശം 100 വർഷത്തോളം സെന്റിനലീസ് ഒറ്റപ്പെട്ടു തന്നെ ജീവിച്ചു. 1967 ഇന്ത്യൻ സർക്കാർ ഒരിക്കൽ കൂടി ഗോത്രവുമായി ബന്ധപ്പെടുവാൻ തീരുമാനിച്ചു. എന്നാൽ ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റുകൾ അവരോട് ഇടപഴകാൻ ശ്രമിച്ചപ്പോഴെല്ലാം സെന്റിനലീസ് തയ്യാറാവാതെ കാട്ടിലേക്ക് പിൻവാങ്ങി. ഒടുവിൽ ഗവേഷകർ ദ്വീപിന്റെ തീരത്ത് തന്നെ അവർക്കായി കൊണ്ടുവന്ന സാധനങ്ങൾ ഉപേക്ഷിച്ച് പിന്മാറുവാൻ തീരുമാനിച്ചു. നാഷണൽ ജിയോഗ്രഫിക്, നേവൽ, സെയിലിംഗ് ഷിപ്പ് എന്നിവ ഉൾപ്പെടുന്ന നിരവധി ഗ്രൂപ്പുകളുടെ കോൺടാക്ട് ശ്രമങ്ങളെല്ലാം സെന്റിനലീസിന്റെ അമ്പെയ്ത്ത് പ്രതിരോധത്തിന് മുന്നിൽ വിഫലമായി. 1990കളുടെ തുടക്കത്തിൽ ആന്ത്രപ്പോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗോത്രവുമായി ബന്ധം സ്ഥാപിക്കുവാൻ മറ്റൊരു ശ്രമം കൂടി നടത്തി. ഈ ഉദ്യമത്തിൽ ആദ്യമായി ഒരു വനിതാ ആന്ത്രപ്പോളജിസ്റ്റ് ഉൾപ്പെട്ടിരുന്നു, മധുബാല ചതോപാധ്യായ. ഒരു സ്ത്രീ ഉള്ളതുകൊണ്ട് മാത്രം ചെറിയ തോതിൽ ഒരു സമ്പർക്കം പുലർത്തുവാൻ അവർക്ക് അന്ന് സാധിച്ചിരുന്നു. എന്നാൽ അവരുടെ പിന്നീടുള്ള ശ്രമങ്ങൾ ഒന്നും വിജയം കണ്ടില്ല. ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം 2018 ഓഗസ്റ്റിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആൻഡമാൻ നിക്കോബറിലെ ജനവാസമുള്ള 29 ദ്വീപുകൾ നിയന്ത്രിത ഏരിയ പെർമിറ്റ് ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. എന്നിരുന്നാലും സർക്കാർ അനുമതിയില്ലാതെ നോർത്ത് സെന്റിനൽ ദ്വീപ് സന്ദർശിക്കുന്നത് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ റെഗുലേഷൻ 1956 പ്രകാരം നിയമവിരുദ്ധമായി തുടർന്നു. നോർത്ത് സെന്റിനൽ ദ്വീപ് ഒരു പ്രഹേളികയായി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സെന്റിനൽ ദ്വീപിനോടും അതിലെ നിവാസികളോടും ഇന്ത്യൻ സർക്കാർ ഒരു സംരക്ഷണ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സാംസ്കാരിക വൈവിധ്യം സംരക്ഷിക്കുന്നതിനും ഈ സവിശേഷ സമൂഹത്തിന്റെ സ്വയംഭരണത്തെ മാനിക്കുന്നതിനുമായി അവിടേക്കുള്ള കടന്നുകയറ്റം നിരോധിച്ചിരിക്കുകയാണ്. ജോൺ അലൻ ചൗവിന്റെ കഥ ഒരു മുൻകരുതലായി എടുത്ത് സ്വന്തം പറുദീസയുടെ തണലിൽ ജീവിക്കുവാൻ തിരഞ്ഞെടുത്തവരുടെ അതിരുകളെ ബഹുമാനിക്കേണ്ടത് നിർണായകമാണെന്നുള്ള ബോധ്യം എല്ലാവരിലും ഉണ്ടാകേണ്ടതാണ്. സെന്റിനൽ ദ്വീപും അതിലെ നിഗൂഢതകളും അവിടെ ഒഴുകിയെത്തുന്ന തിരമാലകൾ മാത്രം പരസ്പരം പങ്കുവെക്കട്ടെ. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye.